നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത 4-ാം തീയതിയാണ് 10 മുതൽ +2 വരെയുള്ള കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത്. അവധിക്കാലത്തെ കുട്ടികൾക്കായി 3 ദിവസത്തെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അതിൽ പ്രണയത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ഭാഗമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പഠിക്കാനായി കുട്ടികൾക്ക് ഒരു പുസ്തകവും വിതരണം ചെയ്തിരുന്നു. അത്തരമൊരു ഉള്ളടക്കം കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കുള്ളതുകൊണ്ടാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്ന് രൂപത ഡയറക്ടർ ജിൻസ് കാരക്കാട് പറയുന്നു. സംസ്ഥാനത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടികളെ പ്രണയത്തിലകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു. ഇതിൽ അവബോധം നൽകി കുട്ടികളെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജിൻസ് കാരക്കാട്ട് കൂട്ടിച്ചേർത്തു. കത്തോലിക്ക പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നേരത്തെ ഇടുക്കി രൂപത ബിഷപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. കത്തോലിക്ക പെൺകുട്ടികളെയും യുവാക്കളെയും നാർക്കോട്ടിക് ലവ് ജിഹാദുകൾക്ക് ഇരയാക്കുന്നുവെന്നായിരുന്നു പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രതികരണം. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ കത്തോലിക്ക കുടുംബങ്ങൾ കരുതിയിരിക്കണമെന്നുമായിരുന്നു ബിഷപ്പിന്റെ മുന്നറിയിപ്പ്.